വെൽക്കം ബാക്ക് ടു dinewithann. ഇന്ന് നമുക്ക് കുമരകം സ്റ്റൈലിലുള്ള ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അതായത് വറ്റൽമുളക്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ചു നേരം ഒന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഏകദേശം അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഈ മുളക് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചുവന്നുള്ളി ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മുളകിന്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മുളകിന്റെ പച്ച ചുവയ്ക്കൊന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കാശ്മീരി മുളക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻകറിക്ക് നല്ല കളർ കിട്ടും. ഇപ്പൊ ഇതാ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മുളക് അരച്ച മിക്സി ജാർ കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 കഷ്ണം കൊടപ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 കഷ്ണാക്കി കീറിയെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ചാറൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറ്റ മീനാണ് എടുത്തിരിക്കുന്നത്. നല്ല ദശയുള്ള മീനാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീൻ ചേർത്തതിന് ശേഷം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും. ഇപ്പൊ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ടേസ്റ്റ് ഒക്കെ നോക്കുക. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറി ഈ ചട്ടിയിൽ തന്നെ നമുക്ക് വെച്ച് മൂടി വെക്കാം. അടുത്ത ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴാണ് മീൻകറിക്ക് ടേസ്റ്റ് കൂടുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടല്ലേ മീൻകറി വെക്കാറ്. ഇങ്ങനെ നമ്മൾ മുളക് കുതിർത്തിട്ട്, അതായത് ഉണക്കമുളക് കുതിർത്തിട്ട് അരച്ച് മീൻകറി വെക്കുകയാണെങ്കിൽ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.